അതുപോലെ തന്നെ ECU സെൻസർ, വണ്ടിയുടെ ബ്രെയിൻ എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ ഇലക്ട്രിക് വെൽഡ് ചെയ്യുമ്പോൾ ഇത് ഊരി മാറ്റി വെക്കണം കേട്ടോ. കണ്ട ഈ ബോഡിയുടെ അടി നോക്കിയേ, നല്ല അടിപൊളിയായിട്ടാ അപ്പോക്സി ബ്ലാക്ക് പെയിന്റ് ആണ് അടിച്ചത്. നമ്മൾ എക്സ്ട്രാ വെൽഡിങ് വല്ലതും ചെയ്യുമോ? ആൽഫക്ക് വെൽഡിങ് വേണ്ട. ആൽഫക്ക് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ സ്പേസ് ആണ്. അപ്പൊ ആപ്പയുടെ പ്ലാറ്റ്ഫോം താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു പൈപ്പോ ആംഗ്ലയർ എന്തെങ്കിലും വെച്ച് കൊടുക്കും, സ്ട്രോങ് ആക്കാൻ വേണ്ടി. ശ്രീജിത്തെ, നമുക്ക് ഈ പുതിയ വണ്ടിയുടെ ഈ കിടപ്പ് കണ്ടിട്ടേ സൈക്കിളിലാട്ടാ നോക്കിയേ, എല്ലാം അഴിച്ചിട്ടാണ് ട്ടാ. അപ്പൊ ഇങ്ങനെ ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, കഴിഞ്ഞ ദിവസം മഹേന്ദ്ര ആൽഫ കോംഫി പുതിയ ഓട്ടോറിക്ഷ ദിബു ഷോറൂമിൽ നിന്ന് ഇറക്കിയിരുന്നു. ആ ഓട്ടോറിക്ഷ അതെ ഈ വർക്ക്ഷോപ്പിലാണ് കേട്ടോ പണിയാൻ കയറ്റിയിരിക്കുന്നത്. ബോഡിയുടെ ഫുൾ വർക്ക്, അതായത് മീഡിയം വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ടൈപ്പ് വർക്കുകളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് മീഡിയം വർക്ക്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഇടപ്പള്ളി ടോളിൽ നിന്ന് പൂക്കാട്ടുപടി റൂട്ടിൽ കങ്ങരപ്പടിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് മാക്സിമം 1 കിലോമീറ്റർ ഉള്ളൂ ഈ വർക്ക്ഷോപ്പിലേക്ക് വരുന്ന വഴി. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം. അപ്പോൾ ആ ഓട്ടോറിക്ഷ കയറ്റിയിട്ട് എന്തൊക്കെയായി വർക്ക് എന്ന് നോക്കാം. ചെറിയൊരു വർക്കേ ആയിട്ടുള്ളൂ, അപ്പോൾ ആ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിൽ എല്ലാത്തരം വണ്ടികളും പണിയും കേട്ടോ. ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ എടുക്കുന്നുണ്ട്. ഇതിന് ചെറിയൊരു വെൽഡിങ് ആയിട്ട് വന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 2 ഗുഡ്സ് പെട്ടി ഓട്ടോ എടുക്കുന്നുണ്ട്. എന്നാലും വർക്ക്ഷോപ്പിലെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു നിസാൻ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പഴയ ഓട്ടോറിക്ഷ ടെസ്റ്റ് വർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹേന്ദ്ര ആൽഫതേ തേക്ക് എടുക്കും കേട്ടോ. എൻ്റെ പൊന്നതേക്ക് എടുക്കണ നോക്കിയേ, ബോഡിയൊക്കെ മറിച്ചിട്ടല്ല എൻ്റെ പൊന്നെ. ഇതാ എന്താ ബോഡി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോഡി മാറ്റിയിട്ടാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യണത്. മാറ്റിയത് എന്തിനാണെന്നിപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് മാറ്റിയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി അപ്പോക്സി ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എന്താ ഇത് കമ്പനി വരുമ്പോൾ നേരിയൊരു വെറുതെ ഒരു പ്രൈമർ ഇങ്ങനെ പൂശുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റ് ചെയ്തത് നമ്മുടെ ദിബു ആണ് കേട്ടോ, അതിൻ്റെ ഓണർ തന്നെയാണ് ഇതിൻ്റെ പെയിൻറ്റ് ചെയ്തത്. ഇന്നലെ പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് പെയിൻറ്റിങ് ജോലിയായിരുന്നു. കണ്ട ഈ ബോഡിയുടെ അടി നോക്കിയേ, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോക്സി ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചത്. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കമ്പനി ഇത്രയും ഭംഗിയായിട്ട് പെയിൻറ്റ് അടിക്കൂല കേട്ടോ. അപ്പം നമ്മൾ ഇത് അഴിച്ചിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് അടിക്കാൻ. കേട്ടോ അതിനിപ്പോൾ ഈ അടുത്തൊന്നും തുരുമ്പ് കയറൂല, അത്രക്ക് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഓണർ ദീപു പെയിൻ്റ് അടിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. പുള്ളിയുടെ അടി നോക്കിയേ, അല്ല അടിപൊളി പെയിൻറ്റിങ് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വണ്ടിയിലേക്ക് തുരുമ്പ് കയറൂല, ചേസയിലും മറ്റിടങ്ങളിലൊന്നും തുരുമ്പ് കയറൂല. ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ അഴിച്ചേക്കണമെന്ന് കൂടുതൽ നമുക്ക് ഇവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ ഓണർ ശ്രീജിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഉണ്ട് സൈക്കിളിലാട്ടാ. എന്നാലും ഇനി ഇതിലും അടിപൊളിയായി കുട്ടപ്പനാക്കാനായിരിക്കാം അഴിച്ചിട്ടേക്കണത്. നമ്മുടെ ശ്രീജിത്ത് ഇത് എവിടെ ഉണ്ട് കേട്ടാ, വർക്ക്ഷോപ്പിൻ്റെ ഓണർ. ശ്രീജിത്ത് തിരക്കിലാണാ? ശ്രീജിത്ത്, ആദ്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വർക്ക്ഷോപ്പിൻ്റെ പേരെന്താണ്? ശ്രീവിനായക. ബോർഡൊന്നും കണ്ടില്ല, അതാണ് ചോദിച്ചത് കേട്ടാ. ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് അഴിച്ച് ഉടുപ്പൊക്കെ ഊരിയിട്ടേക്കണ പോലെ ഇട്ടേക്കണേയുള്ള നമുക്ക് ഈ പുതിയ വണ്ടിയുടെ ഈ കിടപ്പ് കണ്ടിട്ടേ സൈക്കിളിലാട്ടാ നോക്കിയേ, എല്ലാം അഴിച്ചിട്ടേക്കണട്ടാ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ പണിയണത്. അതെ അതെ, നമ്മള് വണ്ടിക്കാരോട് പറയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 7 കൊല്ലത്തേക്ക് നമുക്ക് വണ്ടിയുടെ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട, അടിഭാഗമൊക്കെ കമ്പനി വരുമ്പോ ഇപ്പൊ കണ്ടതാണ് പെയിന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല. അതെ അതെ, ഞാൻ കണ്ടായിരുന്നു നേരിയ ഒരു സ്പ്രേ പെയിന്റ് പോലെ വെറുതെ അടിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ചേസയിലൊക്കെ വെറുതെ സ്പ്രേ പെയിന്റ് പോലെയാണ് അടിച്ചേക്കണത്, കോട്ടിങ് മാത്രം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നമ്മള് കമ്പനി വരുമ്പോഴേക്കും ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, ഒരു റബ്ബറിന്റെ ഒരു പശയായിരിക്കും ഒട്ടിച്ച് വെച്ചേക്കണത്. അത് ഈ
ആൽഫ ആയതുകൊണ്ട് മാത്രം. ആപ്പയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂല. ഒന്നും ഉണ്ടാവില്ല അല്ലേ? വെറുതെ ബോഡി കയറ്റി വെച്ച് മുറുക്കിയൊക്കെയാണ്. ഇപ്പൊ നമ്മ ഈ ബോഡിയുടെ ഇടയിലേക്ക് ഈ ഫെൽറ്റ് വെക്കും അല്ലേ? ആ ബോഡിയുടെ ഇടയിൽ നമ്മൾ ഈ ഇത് എസ്ആറിന്റെ പശ ഫെവിക്കോൾ എസ്ആർ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് നേരെ അങ്ങോട്ട് ഓ ഇതിന്റെ ഇടയിൽ ഫുള്ളായിട്ട് വെക്കൂല, കഷ്ണം അല്ല വെക്കണ, ഫുള്ളായിട്ട് വെക്കും അല്ലേ? എല്ലാ ജോയിന്റിലും. അതായത് ബോഡി ഫിറ്റിംഗ് ആവണ കംപ്ലീറ്റ് ഭാഗത്ത് ഇതുപോലെ ഫുൾ ബെൽറ്റ് കിട്ടും. ഓ അപ്പൊ സൗണ്ടിനൊക്കെ വളരെ വ്യത്യാസം ഉണ്ടാവില്ല, ബോഡി അനങ്ങൂല. ഓ ഇപ്പൊ 7 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കണ്ട? അതായത് വണ്ടി നിങ്ങൾ നോക്കണം. നമ്മള് ഒരു പ്രശ്നം പറ്റില്ലെങ്കിൽ 10 വർഷം വരെ ബോഡി ഇറക്കാത്ത വണ്ടി. അതെ അല്ലേ? ഓ കറക്റ്റ് ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണം, വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ 7 വർഷം ധൈര്യമായിട്ട് എടുക്കും. നമ്മൾ പുതിയ വണ്ടിക്കാർ വരുമ്പോ അവരോട് പറയും, താല്പര്യം ഇല്ലാത്തവര് ഇറക്കില്ല. പക്ഷെ അങ്ങനെ ഇറക്കാത്തവർക്ക് നമ്മളതിൽ ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോ ബോഡി അടിക്കാത്ത വണ്ടി, നമ്മൾ ഈ ബോഡി ഇറക്കി ബെൽറ്റ് ഇടാത്ത വണ്ടി നമ്മളെന്താ പറയുക, ബോഡി അടിച്ചു കഴിയുമ്പോഴേക്കും അത്ര കൂടി വെയിറ്റ് കയറുമ്പോഴേക്കും മാക്സിമം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും വണ്ടി ഒറ്റപ്പാടും വേളോ. ഇതാകുമ്പോ അത് നമ്മൾ പറയും, വണ്ടിക്കാർ കസ്റ്റമറോട് പറയും, താല്പര്യമുള്ളവർക്ക് ഇറക്കാം. അപ്പൊ അതിൽ ഒറ്റപ്പാടും വേളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ഗ്യാരണ്ടി. അപ്പൊ ദീപു ചെയ്ത ഈ വർക്ക്, ഈ ചെയ്യുന്ന വർക്ക് 23,000 രൂപ അല്ലേ പറഞ്ഞത്? 23,000 പിന്നെ ദീപു ചേട്ടൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ഡോർ അടിക്കണമെന്ന് പറഞ്ഞു. ഇതിന് ഡോർ വന്നിട്ടില്ല, ഒരു ഫ്രെയിം മാത്രം വന്നിട്ടുള്ളൂ കമ്പനി വരുമ്പോ. ഓ രസം, ഇതിന്റെ ഡോറ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ചാവും. പട്ടിക്കൂടിന്റെ ഗ്രില്ല് പോലെ ഇരിക്കണം, ഞാൻ കാണിച്ചു തരാട്ടാ. അതെ ഇതിന്റെ ഡോറ് നോക്കിയേ, മഹേന്ദ്ര ആൽഫയുടെ ഡോറാണ് ഈ കാണിച്ചു വെച്ചേക്കണേ കേട്ടാ. ഒരു പട്ടിക്കൂടിന്റെ ഗ്രില്ല് പോലെ ഉണ്ട്. പക്ഷെ ഇത്രയും കാശ് നമ്മുടെ ഇതൊക്കെ വാങ്ങിക്കുമ്പോ ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കമ്പനിക്ക് കൊടുക്കാറുണ്ട് അല്ലേ? വെറുതെ പേരിനൊരു ഡോറ് നോക്കിയേ എന്താ. ആ വെൽഡിങ് വല്ലതും ചെയ്യോ? ആൽഫക്ക് വെൽഡിങ് വേണ്ട. ആപ്പയ്ക്ക് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ സ്പേസ് ആണ്. അപ്പൊ ആപ്പയുടെ പ്ലാറ്റ്ഫോം താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു പൈപ്പോ ആംഗ്ലയർ എന്തെങ്കിലും വെച്ച് കൊടുക്കും, സ്ട്രോങ് ആക്കാൻ വേണ്ടി. ആൽഫക്ക് നമ്മൾ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ഇത് വന്നതുകൊണ്ട് താന്നു പോവാറില്ല. അതുകൊണ്ട് ആൽഫക്ക് ഒന്നും ചെയ്യാറില്ല, ആപ്പക്ക് ചെയ്യാറുണ്ട്. അതല്ലേ? ഇന്ന് ഇത് കയറ്റും ഇന്ന് ബെൽറ്റ് കംപ്ലീറ്റ് ഒട്ടിച്ച് ബോഡി കയറ്റി വെച്ച് മുറുക്കി തിങ്കളാഴ്ച തൊട്ട് പണി സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യൂലേ? ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ബോഡി വർക്ക് അല്ലേ? അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് ഞാനൊരു വീഡിയോ കൂടി ചെയ്യാട്ടാ. ആയിക്കോട്ടെ, വർക്ക് ഫിനിഷിംഗിൽ നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ബോഡി സ്ക്രൂ നെറ്റും ബോൾട്ടും ആണോ ഇതിന് വരുന്നത്? നെറ്റും ബോൾട്ടും അല്ലേ? നെറ്റും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ബോഡി വർക്ക് തുടങ്ങാം അല്ലേ? എത്ര ദിവസം കൊണ്ട് തീരും? ഇപ്പൊ നമ്മളന്ന് പറഞ്ഞ 8 ദിവസമാണ്. 8 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നത് കസ്റ്റമറാണ് വന്ന് പെയിന്റ് അടിക്കുന്നത്. ഇന്നലെ ദീപു വന്ന് പെയിന്റ് അടിച്ചാർന്ന് പറഞ്ഞായിരുന്നു. അതെ. അപ്പൊ കസ്റ്റമർ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ബോഡി വെച്ച് മുറുക്കില്ലേ, അന്ന് തൊട്ട് ഉള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ കൂട്ടണത്. അപ്പൊ ചിലപ്പോ നമ്മൾ 8 ദിവസം പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ 2 ദിവസം അവര് വൈകും. നമ്മളീ 8 ദിവസത്തിന് അത് കുറയൂല. അവര് പെയിന്റ് അടിക്കണ എന്ന് തൊട്ടാണോ അന്ന് തൊട്ട് നമ്മള് കയറ്റി വെക്കണം. അന്ന് തൊട്ട് 8 ദിവസം, ചിലപ്പോ 8 ദിവസം വരാറില്ല, ഒരു 4-5 ദിവസമൊക്കെ മതി. വണ്ടി പണിത് കഴിയുമ്പോൾ നല്ല അടിപൊളിയാവൂലേ? അതല്ലേ? മഹേന്ദ്ര ആൽഫയുടെ ബോഡി ഇറക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുതിയ ഓട്ടോറിക്ഷയുടെ ഞാൻ കാണിച്ചു തരാട്ടാ. അതാ എന്തൊക്കെ പറഞ്ഞാലും മഹേന്ദ്രയുടെ ബോഡി നല്ല സ്ട്രോങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും സ്ട്രോങ് ഉള്ള ബോഡി വേറെ ഓട്ടോയ്ക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന സ്പ്രിങ് ആണ് ഇത്. ഇതിന് 3 ചുറ്റാണ് വരുന്നത്. 1, 2, 3 ചുറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വീലിന് നല്ല ചെരിവ് തോന്നിക്കുള്ള ഡീസൽ ടാങ്ക്, പിന്നെ കൂളൻ്റ് ഓവർഫ്ലോ, റേഡിയേറ്റർ കൂളൻ്റ് ഓവർഫ്ലോ. അതുപോലെ തന്നെ ഇവിടെ റേഡിയേറ്റർ ഡയനാമോ ഉണ്ട്, ഇത് ഓൾട്ടിനേറ്റർ. അതുപോലെ തന്നെ ECU സെൻസർ, വണ്ടിയുടെ ബ്രെയിൻ എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ ഇലക്ട്രിക് വെൽഡ് ചെയ്യുമ്പോൾ ഇത് ഊരി മാറ്റി വയ്ക്കണം കേട്ടോ. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എൻജിൻ നോക്കിയേ, 599 cc ആണ് കേട്ടോ എൻജിൻ CC വരുന്നത്. എന്നാലും പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്നും തുരുമ്പ് കയറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മഹേന്ദ്രയുടെ ബോഡി അഴിച്ചിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്.
ഇപ്പോൾ ഇത്രയും വർക്കുകളാണ് ഈ ഓട്ടോയുടെ ബോഡിയിൽ നടന്നത്. പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി തുരുമ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് ഈ ബോഡി തിരിച്ച് ചേസയിൽ പിടിപ്പിച്ച് നാളെ വർക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബോഡിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. മുനീർ ഓട്ടോക്കാരൻ.